നീ വിട്ടോ, ഇത് എനിക്കുള്ള പണിയാ. ഇവിടെ നല്ല മഴയും റോഡിൽ കുഴികളും ഉണ്ട്. രണ്ട് കിളവിമാര് വരുന്നു. അയ്യോ, ഊമ്പി ഊമ്പി. നിങ്ങൾ മനുഷ്യനോ മൃഗം? ഒരുത്തൻ അപകടം വരി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? എന്റെ മുതലാളി, ഇത് കമ്പ്യൂട്ടർ വിദ്യ, ഒരാളെ മറ്റൊരാളാക്കുന്ന ടെക്നോളജി. റോക്കി ഭായിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അവൻ വലിയ ബൺതീറ്റക്കാരനായിരുന്നു. ദിവസവും 1000കണക്കിന് ഷൂസ് പോളിഷ് ചെയ്യും, ദിവസം 100ലധികം ബൺ കഴിക്കുകയും ചെയ്യുമായിരുന്നു. വിവരമില്ലാത്തൊരു പലതും പറയും. നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. 8 ബൂട്ട് പോളിഷ് ചെയ്ത് കൊടുത്താലായിരുന്നു എനിക്കൊരു ബണ്ണ് കിട്ടിയത്. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? ഒരുപാട് ബണ്ണ് തിന്നിട്ട് അവനിപ്പോ ഷുഗറും ഹാർട്ട് പ്രോബ്ലം ഒക്കെ ആയി ബെഡിൽ കട്ടിലേല് വലിച്ചു കിടക്കുക. മക്കളാണെ വട്ടം കൂടി ഇന്ന് ചർച്ചയാ. ഇന്ന് ചാവോ നാളെ ചാവോ, ഇന്ന് ചാവോ നാളെ ചാവോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോ എല്ലാവരും കമന്റ് ചെയ്തു, എന്റെ ദൈവമേ, ഉമ്മ പാരാഷൂട്ട് ഇല്ലാതെ ചാടുന്നത് കാണണമെന്ന്. നിന്നെ ഞാൻ അന്നേ നോട്ട് വിട്ടതാ. നീ കാരണം ഒരുപാട് അനുഭവിച്ചു ഞാൻ. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ യക്ഷി. അപ്പൊ നമ്മൾ കള്ളിയങ്ങാട് നീലിയുടെ 106th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഫാസ്റ്റ് ഫുഡ് കുറച്ച് നല്ല പച്ചക്കറികൾ കഴിക്കണം. കൊഴുപ്പ് കൂടിയാൽ ചോരയ്ക്കൊന്നും ആ ഫ്രഷ്നെസ് കിട്ടില്ല. നേരത്തെ ഇത് പറയണ്ട. കളക്ഷൻ നല്ല കുറവാണ്. തൽക്കാലം ഈ രണ്ടുപേരുടെ ചോര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സുകളുടെ പ്രത്യേക ശ്രദ്ധിക്ക്. കല്ലിയങ്കാട്ട് റെഡ് കാട്ടിൽ എന്റെ കൂടെ ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് 2 കുപ്പി ചോര അതേ കൊണ്ട് തരണേ പ്ലീസ്. ഷെയർ ചെയ്ത് സഹായിക്കണം. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. കണ്ടോ, ഞാൻ ബുള്ളറ്റ് ഓടിക്കുന്ന മുത്തശ്ശൻ പേടിച്ചിരിക്കുക. അയ്യോ, ബുള്ളറ്റ് ഇടിക്കുന്നേ. ആകെവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ, വലിയൊരു തുകയ്ക്ക്. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല. പരീക്ഷയ്ക്ക് തോറ്റ കൊച്ചുകളൊന്നും ഈ മാർക്ക് വീട്ടിൽ കൊണ്ടുപോയി കാണിക്കണ്ട, നല്ല അടി കിട്ടും. നിങ്ങൾ തന്നെ ഒരു ഒപ്പിട്ടിങ്ങ് തന്നാ മതി. പത്മശ്രീ കൊടുക്കേണ്ട ഐറ്റമാണ് അളിയാ. ഇങ്ങേരെയൊക്കെ അക്ഷരം തെറ്റിക്കാതെ സാറേന്ന് വിളിക്കാൻ തോന്നും. എല്ലാവരും തുണ്ട് വെച്ച് പരീക്ഷ എഴുതിക്കും. പ്രിൻസിപ്പലിനെ ഞാൻ സ്റ്റാഫ് റൂമിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ പോക്കൃത്തരം കാണിച്ചിട്ട് സാറന്മാരെ ന്യായീകരിക്കുക. താനും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടല്ലടോ കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അമ്മേ, സുഖമാണോ? ഉത്തരം പറ. കുറച്ച് സുഖക്കുറവുണ്ട്. കണകൊണ ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാനത് ചോദിക്കരുതായിരുന്നു. ഇതെന്തോ മയില് മഴയാണ്. ജഗഷം വരെ ഒന്ന് പോകാന്ന് വെച്ചാൽ ജെട്ടി ഉണങ്ങുന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? പൊങ്കാല വിശേഷങ്ങളിലേക്ക് പോവാം. അമ്മച്ചി, പൊങ്കാല ഇടാൻ വന്നതാണോ? അല്ല മോളെ, നിന്റെ തന്തയെ കുളിപ്പിക്കാൻ വന്നത്. ഇനി ഇതിന്റെയൊക്കെ പലിശ ചേർത്ത് നിനക്ക് തിരിച്ചു തരാം. ഞാൻ അടങ്ങിയിരിക്കത്തില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ. അപ്പൊ എങ്ങനെയാ, ഇവിടൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?